അപ്പം എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് അവരുടെ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് കൂടുതലും ഈ ഭയങ്കരമായിട്ട് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ കൂടുതൽ സംസാരിക്കും, അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ്, പാർട്ടീസ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആൻഡ് അത് അവർ ഒരിക്കലും ഡ്രെയിൻ ഔട്ട് ചെയ്യിപ്പിക്കില്ല എന്നുള്ളതുമാണ്. നേരെ മറിച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി ചെറിയ ഒരു സോഷ്യൽ സർക്കിളിലായിരിക്കും അവർ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് ഒരു പാർട്ടിയിൽ കംഫർട്ടബിൾ അല്ല എന്നുള്ള, അതൊരു ആൻഷ്യസ് അല്ല, അവർ കംഫർട്ടബിൾ അല്ലാന്നേ ഉള്ളൂ. അതായത് കുറച്ചുകൂടി ഒരു 1-on-1 ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സ്മോൾ സർക്കിളിൽ, ആ സ്മോൾ സർക്കിളിൽ ചിലപ്പോൾ അവർ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അവരെ ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു സെൽഫ് മീ ടൈം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചൊന്ന് മാറിയിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം ഒറ്റയ്ക്ക് ഇരിക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതായിരിക്കും. ഇതിൻ്റെ ഒരു മിക്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ആംബിവേർട്ട് എന്നുള്ള രീതിയിലും പറയാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും മാറിയിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് പാർട്ടി ഇഷ്ടം, അങ്ങനെയുള്ള രീതിയിലുള്ള ഡിഫറൻസുകളൊന്നുമില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവർക്ക് ഇപ്പോൾ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്കും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്കും റിലേഷൻഷിപ്പിലാവുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ ഈ പറയുന്ന ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം ഒരാൾ പാർട്ടിക്ക് പോകണം, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ, ഇല്ലടാ ഞാനൊന്ന് വരുന്നില്ല, നീ പോയിക്കോ എന്ന് പറയുമ്പോൾ, ഓക്കെ എന്നാൽ ഞാൻ പോവാം, ലെറ്റ് ഹർ ടേക്ക് ഹെർ ഓൺ ടൈം എന്നുള്ളത്, ആ ഒരു ബാലൻസ് ഇല്ലേ, ആ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏത് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സിങ്കായി പോവാന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ ഒരു റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് താമസിക്കുമ്പോൾ ചിലർ രാവിലെ നേരത്തെ എണീക്കുന്നവരും ചിലർ രാത്രി വൈകി കിടക്കുന്നവരൊക്കെ ഇല്ലേ. അതൊരു പ്രശ്നമാവുന്നത് എപ്പോഴാ, നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ ആ ബാലൻസ് എത്താതിരിക്കാനും ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് സംസാരിച്ചിരിക്കുന്ന സമയത്ത് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ലിസണിങ് സ്പേസ് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് അവർക്ക് നല്ല രീതിയിൽ കേട്ടിരിക്കാനും ആ ഒരു സ്പേസ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും കൊടുക്കും. നേരെ തിരിച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു പ്രവണത ചിലപ്പോൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് അവർക്ക് ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ബാലൻസ്, ആ ഒരു റൈറ്റ് ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ റിലേഷൻഷിപ്പിന്റെയും ഏറ്റവും ബേസ് ആയിട്ടുള്ള അടിത്തറ. നമ്മൾ ഒപ്പിടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല എന്ന് പറയില്ലേ, അതന്നെ.